നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഞാനതൊന്നും പുറത്തു പറയാത്തത്, മുകുന്ദന് നിന്നെപ്പോലൊരു വൃത്തികെട്ടവളെ തന്നെ ഭാര്യയായിട്ട് കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവനും അങ്ങനെ തന്നെ വേണം. നീ സത്യങ്ങൾ എത്ര വേണമെങ്കിലും വളച്ചൊടിച്ചോ, എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഇല്ലാത്തത് എന്തെങ്കിലും നീ പറഞ്ഞു നടന്നു എന്ന് ഞാൻ അറിഞ്ഞ ആശുപത്രിയിൽ ഒന്ന് കയറിയെന്ന് കരുതി ഞാൻ മെരുങ്ങിന്നൊന്നും നീ കരുതണ്ട. കഴിഞ്ഞ തവണ നിനക്ക് താക്കീത് തന്നത് നീ മറന്നോ? എന്റെ ബാഗിലെ സർജിക്കൽ നൈഫ് ഇപ്പോഴും ഉണ്ട്. ഇനി നിന്റെ നാവിൽ നിന്നും ഇങ്ങനെയുള്ള വർത്തമാനം ഉണ്ടായ ആ നാവ് ഞാൻ മുറിച്ചെടുക്കും. കേട്ടോടി, മൊത്തം ഞാൻ മുറി പൊടി. എനിക്കിപ്പോഴും ഇതൊരു ബോറ് പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ഞാനിപ്പോഴും നിന്റെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചിട്ടില്ല. ഡാഡി പറയുന്നത് പോലെ ഗിരിയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ലാന്ന് തന്നെ ഇരിക്കട്ടെ. ഡാഡി അവൻ്റെ അടുത്ത് എന്തൊക്കെ സംസാരിച്ചാലും അവൻ നമ്മുടെ കൂടെ തിരിച്ചു വരാൻ സമ്മതിക്കില്ല. ഡാഡി അവൻ്റെ കുഞ്ഞിനെയാണ് ചവിട്ടിക്കൊല്ലാൻ നോക്കിയത്. അതവൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ഗിരിയെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. അവന്റെ തന്ത മരിച്ച പിന്നെ ആ സ്ഥാനത്ത് അവൻ കണ്ടിട്ടുള്ളത് തന്നെയാ. അവന്റെ മനസ്സ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞ് ഇടയിൽ കയറാതിരുന്നാ മതി. ശരി, സ്വയം നാണം കടാനാണ് തീരുമാനമെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇനി 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. ഗിരി വരുന്നുണ്ട്. ഗിരി, എടാ നീ എന്നെ ചീത്ത പറഞ്ഞോ? വേണമെങ്കിൽ 2 തല്ലിക്കോ. പക്ഷെ ഇങ്ങനെ മിണ്ടാതെ നടക്കരുത് മോനെ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു ഗോപാൽജി. നിന്റെ കുഞ്ഞിനെ ഞാൻ ചവിട്ടാൻ പോകുന്നത് കണ്ടപ്പോ നിന്റെ നിയന്ത്രണം വിട്ടുപോയില്ലേ? എന്റെ മക്കളെ കോടതി വെറുതെ വിട്ടുകഴിഞ്ഞാൽ പോലീസുകാരെ കൊണ്ട് എൻകൗണ്ടർ ചെയ്യിക്കുമെന്നാ മഞ്ജു പറഞ്ഞേ. എത്ര മോശക്കാരാണെങ്കിലും അവരെന്റെ ചോരയല്ലടാ. എന്റെ അടുത്ത് അവരെ കൊല്ലുമെന്ന് പറയുമ്പം എനിക്ക് ദേഷ്യം വരില്ലേ? ആ ഒരു നിമിഷം പെട്ടെന്ന് എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഇതൊന്നും ഞാൻ ചെയ്തതിന് ന്യായീകരണമായിട്ട് പറയുന്നതല്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. നിനക്കെന്നെ അറിയില്ലേ? തെറ്റെന്റെ ഭാഗത്താണെങ്കിൽ അത് അംഗീകരിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മഞ്ജു എന്തൊക്കെ പറഞ്ഞാലും ഞാനതൊക്കെ ക്ഷമയോടെ കേട്ടു നിൽക്കണമായിരുന്നു. നീ എനിക്ക് മകനെ പോലെ തന്നെയാ. അങ്ങനെ നോക്കുമ്പോ മഞ്ജുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ കൊച്ചുമനെ പോലെയല്ലേ? അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഈ തെറ്റിന് നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഗോപാൽജി, എന്തായി കാണിക്കുന്നേ? ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് ഇത്രയൊന്നും ചെയ്താ പോരെ മോനെ? ഗോപാൽജിക്ക് കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് നടന്നതെല്ലാം മറന്ന് ഗോപാൽജിയുടെ കൂടെ വീണ്ടും ജോലി ചെയ്യാൻ പറ്റില്ല. ഗോപാൽജി, എന്തിനാ ഗോപാൽജി ഇടയിൽ കയറിയത്?
സാരമല്ല മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കത് മതി. ഏയ്, 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 ഗോപാൽജി. സഞ്ജു, പെട്ടെന്ന് വണ്ടി എടുക്കാം. വണ്ടി എടുക്കാം. ഭീമൻ പണിയറിയാവുന്നവനാ. എല്ലിലൊന്നും കൊള്ളാതെ നല്ല വൃത്തിക്ക് കുത്തി. അവൻ ചോദിച്ചാലും കുറച്ച് കൂടുതൽ കാശ് കൊടുത്തേരെ. ഗിരിയെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെ ചോര ഒഴുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അച്ഛാ. അവന്റെ വിലയ്ക്ക് മുമ്പില് ഞാനൊഴുക്കിയ ചോരയുടെ വില വളരെ കുറവാ മോളെ. ഇത്രയും കാലം അവൻ എന്നോടുണ്ടായിരുന്നത് ജോലി കൊടുത്ത് കൂടെ നിർത്തിയതിന്റെ കടപ്പാടാ. അതൊക്കെ എളുപ്പം മറക്കാവുന്നതാ. പക്ഷേ ഇപ്പോ അവന്റെ ജീവനാ ഞാൻ രക്ഷിച്ചേ. ഈ കടം അവന്റെ ജീവിതകാലം കൊണ്ട് വീട്ടാൻ പറ്റില്ല. എന്നാലും ഡാഡി അവന്റെ കാല് പിടിച്ചത് വളരെ മോശമായിരുന്നു. എടാ മോനെ, ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ കാല് പിടിക്കാനുള്ള സമയം, കാല് വാരാനുള്ള സമയവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ ജയവും തോൽവിയും നിർണ്ണയിക്കാൻ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഡാഡി ചെയ്തത് വളരെ ചീപ്പായി പോയി. നിന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ അച്ഛന്റെ കൂടെ തുടരുമെന്ന് അച്ഛൻ ഉറപ്പുണ്ടോ? ആശുപത്രിയിൽ നിന്ന് ഇവിടെ ആക്കിയതിനു ശേഷം ഒരു വാക്ക് പോലും മിണ്ടാതെയാ അവൻ ഇവിടുന്ന് പോയത്. നടന്നതൊന്നും അവൻ മറന്നിട്ടില്ല. അവൻ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അച്ഛാ. നമുക്ക് നോക്കാം മോളെ. ചേട്ടാ, ഗിരി വന്നിട്ടുണ്ട്. ഗോപാൽജിക്ക് കഴിക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. നീ മരുന്ന് വയ്ക്കാൻ പോയതാണോ? അതെ. വീട്ടിലെത്തി പെട്ടെന്ന് നിന്നെ അടുത്ത് കാണാതെ വന്നപ്പോ മനസ്സിന് വല്ലാത്തൊരു പേടി. എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല, നിന്നെ കുറിച്ച് ഓർത്തിട്ടാ. എനിക്ക് ഗിരിയോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കണം. വാ മോനെ, നീ ഇങ്ങോട്ടിരിക്കേ. ആ വന്നവൻ കൊല്ലാൻ നോക്കിയത് നിന്നെയാ. ഇത്തവണ ഞാൻ കണ്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അയാള് ഇനി നിന്നെ കൊല്ലാൻ ശ്രമിച്ചാലോ? നീ സൂക്ഷിക്കണേ മോനെ. ഗോപാൽജി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, കിടന്നുറങ്ങിക്കോ. മോനെ, നീ എന്നെ വിട്ടു പോവാണോ? എനിക്ക് വേറെ വഴിയില്ല ഗോപാൽജി. നമ്മൾ എത്ര വർഷമായി ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ?